വെൽക്കം ബാക്ക് ടു ലേണിനോ. നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ മാർക്ക് വേഴ്സസ് റാങ്ക്, ഇതാണ് ഇന്ന് എല്ലാ കുട്ടികളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ യൂട്യൂബിലെ കമന്റ്സിൽ നോക്കിയാലും അതേപോലെ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജസ് നോക്കിയാലും ഒരുപാട് പേര് മിസ്സേ എനിക്ക് ഇത്ര മാർക്കാണുള്ളത് പ്ലസ് ടുവിന്, അതേപോലെ തന്നെ കീം എക്സാമിന് ഇത്രയാണ്, എന്റെ റാങ്ക് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഇതില് കുറച്ചു പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു, ബാക്കിയുള്ളവർക്ക് ഞാൻ കുറെ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൂടെയാണ് ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നോർമലി നമുക്ക് ഇത്ര മാർക്ക് ആണെങ്കിൽ ഇത്ര റാങ്ക് കിട്ടുമെന്ന് നമ്മൾ പറയുന്നത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു മാർക്ക് വേഴ്സസ് റാങ്ക് ഒക്കെ ബേസ് ചെയ്ത് അനലൈസ് ചെയ്ത് പറയാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ കീം എക്സാം എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലെ. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വർഷത്തെ കീം എക്സാം ഒരു സിംഗിൾ ഡേയിലല്ല നടന്നിട്ടുള്ളത്. വ്യത്യസ്ത ദിവസങ്ങളിലായി വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നമുക്ക് എക്സാം നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ ഈസി അല്ല ഈ വർഷത്തെ മാർക്ക് ബേസ് ചെയ്തുകൊണ്ട് ഇത്ര റാങ്ക് കിട്ടും എന്ന് പറയുന്നത്. അപ്പൊ വെറുതെ ഞാൻ ഇത്ര മാർക്കാണെങ്കിൽ ഇത്ര റാങ്ക് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിനൊരു കൃത്യത വേണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ പ്ലസ് ടുവിന്റെ മാർക്കും അതേപോലെ തന്നെ എൻട്രൻസിന്റെ മാർക്കും കൂടെ ചേർന്നിട്ടായിരിക്കും ടോട്ടൽ മാർക്ക് ബേസ് ചെയ്ത് നമുക്ക് റാങ്ക് വരുന്നത്. അപ്പൊ പ്ലസ് ടുവിന്റെ മാർക്ക് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ PCM മാർക്കാണ് എടുക്കുന്നത്. സ്റ്റേറ്റ് സിലബസ് പഠിച്ചവരുണ്ട്, CBSE സിലബസ് പഠിച്ചവരുണ്ട്, ICSE സിലബസ് പഠിച്ചവരുണ്ട്. ഇവരുടെയൊക്കെ ടോട്ടൽ മാർക്ക് അതിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ബോർഡിലും എക്സാം എഴുതിയവരുടെ മാർക്കുകൾ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടാണ് ഈ മാർക്കുകൾ എടുക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ പ്രോസ്പെക്ടസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് കുറെ ഇക്വേഷൻസ് ഒക്കെ വെച്ച് ഒരു മെഷീൻ ബേസ്ഡ് ആണ് ആ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 50% ആ മാർക്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിൽ തന്നെ ആ സ്റ്റാൻഡർഡൈസേഷൻ അനുസരിച്ച് ഒരു പക്ഷേ ഇപ്പം CBSE ഇത്ര മാർക്ക് അവരുടെ മാർക്ക് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാത്സിന്റെയും മാർക്ക് ടോട്ടൽ ചെയ്തിട്ട് വരുന്നതും അതേപോലെ സ്റ്റേറ്റ് സിലബസിൽ ടോട്ടൽ ചെയ്ത് വരുന്നതും നമുക്ക് ഒരേപോലെ പരിഗണിക്കാൻ പറ്റില്ല, അത് ഡിഫറെന്റ് ആയിരിക്കും. ഒരു കാര്യം. ഇനി കീം എൻട്രൻസ് എക്സാമിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഷിഫ്റ്റുകളിലാണ് പരീക്ഷ നടന്നിട്ടുള്ളത്. ഓരോ ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവലും ഓരോ ദിവസവും കുട്ടികൾ അത് ആൻസർ ചെയ്ത രീതിയും ഇതെല്ലാം പരിഗണിച്ചായിരിക്കും ഒരു നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ നടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല ഈ വർഷം നമുക്കറിയാം കുറേ അധികം ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. 9-ാം തീയതി പരീക്ഷ നടന്നതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന് എങ്ങനെ പരിഗണിക്കും, അതിനെങ്ങനെയാണ് മാർക്ക് കൊടുക്കുക, ഇത് എല്ലാ കുട്ടികൾക്കും നീതി പുലർത്തുന്ന രീതിയിൽ ഇത് എങ്ങനെ നോർമലൈസ് ചെയ്ത് ഓരോ ഷിഫ്റ്റിലെയും മാർക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ പറഞ്ഞ മാർക്ക് വേഴ്സസ് റാങ്ക് പറയാൻ പറ്റുക. ഇപ്പോ സ്റ്റുഡൻസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് ഷീറ്റ് വന്നിട്ടുണ്ട്, അത് ബേസ് ചെയ്ത് ആൻസർ കീ നോക്കി എനിക്ക് ഇത്ര ആൻസർ കറക്റ്റ് ഇത്ര ആൻസർ റോങ്, അത് വെച്ച് നമ്മൾ ഈ പറഞ്ഞ മാർക്കും വെച്ച് നമ്മുടെ പ്ലസ് ടുവിൽ ഇത്ര മാർക്ക് കിട്ടി, ഈ ഒരു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ഓക്കെ നമുക്ക് ഇത്ര മാർക്ക് കിട്ടിയ ഈ റാങ്ക് വരും എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ ഒരു അനാലിസിസിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി റിപ്ലൈ തരാത്തത്. ഒരിക്കലും യൂട്യൂബിൽ നമ്മൾ കമന്റ് ഇട്ട കുട്ടികൾ എന്തുകൊണ്ടാണ് എന്റെ മാർക്ക് പറഞ്ഞിട്ട് എനിക്കൊരു റാങ്ക് പറഞ്ഞു തരാത്തതെന്ന് വിചാരിക്കരുത്. ഈ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ചിലപ്പോൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും വരാം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഒഫീഷ്യലി എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ കിട്ടിയാൽ മാത്രമേ എങ്കിലും ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓരോ ദിവസവും പരീക്ഷ എഴുതിയ കുട്ടിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നോർമലൈസേഷൻ അനുസരിച്ചിട്ടാണ് റാങ്ക് വരുള്ളൂ. അപ്പൊ നമുക്കിത് വെയിറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇപ്പൊ പറയാനുള്ളത്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ പുതിയ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ പറയാം. ഓക്കെ, ഇനി ഇപ്പൊ ഈ ഒരു സമയം നമ്മൾ ഈ മാർക്ക് വേഴ്സസ് റാങ്കിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജസിനെ കുറിച്ച് മനസ്സിലാക്കാനും വ്യത്യസ്ത കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കാനും ഉള്ള ഒരു സമയമായിട്ട് നമ്മൾ ഇപ്പൊ ഇരിക്കുക. അപ്പൊ നോക്കൂ, നമുക്ക് നോർമലി ഉള്ള ബ്രാഞ്ചസിനെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ ലൈക്ക് ഇപ്പൊ സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള ബ്രാഞ്ചസിനെ കുറിച്ച് അറിയേണ്ടത്. ഇത് കൂടാതെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വരുന്ന ബ്രാഞ്ചസ് അല്ലെങ്കിൽ കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും.
അപ്പൊ ആ കോഴ്സുകളെ കുറിച്ചും അതേപോലെ തന്നെ കോളേജുകളെ കുറിച്ചും ഒക്കെ നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങും, ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങും. അപ്പൊ ഈ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ റാങ്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ നമ്മൾ റെഡിയാണ്. അപ്പൊ എക്സാം റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടോ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് നിങ്ങൾ യൂട്യൂബിൽ ഇടാം. അപ്പോൾ മാർക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് റാങ്ക് പറഞ്ഞു തരാൻ പറഞ്ഞ് വന്നിട്ടുള്ള കമന്റ്സ് ഇട്ടവര് മനസ്സിലാക്കുക, നമ്മൾ റിപ്ലൈ തരാത്തത് മറ്റൊന്നും ഉണ്ടല്ല, അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ കൂടെ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ താങ്ക് യു സോ മച്ച്.